വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ആദരണീയനായ പണ്ഡിതൻ മുഹമ്മദ് സുല്ലമി ഉദായി അവരുടെ KP അഹമ്മദ് സാഹിബ്, സദസ്സിലുള്ള ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ശാഖ തബ്സിറ എന്ന പേരിലുള്ള തസ്കിയത്ത് ക്യാമ്പാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സമയം നിശ്ചയിച്ചുകൊണ്ട് എല്ലാ ശാഖകളിലും നടന്നു വരുന്ന ഒരു പരിപാടിയാണ് ഈ തബ്സിറ എന്ന ഈ ക്യാമ്പ്. നമുക്കറിയാം, ആധുനികതയുടെ ലോകത്ത് ഭൗതികതയുടെ പിടിമുറുക്കത്തിൽ അമർന്നുകൊണ്ട് മത ധാർമ്മിക മൂല്യങ്ങളൊക്കെ മറന്നുകൊണ്ടും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയും ഭൗതികതയുടെ വല്ലാത്ത ഒരു പിടിമുറക്കത്തിൽ അമർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളൊക്കെ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എത്രയൊക്കെ സൂക്ഷ്മത പാലിച്ചാലും അറിഞ്ഞും അറിയാതെയും ഒക്കെ സ്വഭാവ സംസ്കരണ രൂപീകരണ കാര്യത്തിലായാലും വസ്ത്രധാരണ മറ്റു ഇടപെടലുകളൊക്കെ തന്നെയും നമ്മൾ അറിയാതെ ഈ ധാർമ്മിക മൂല്യങ്ങളൊക്കെ മറന്നുകൊണ്ട് മറ്റു പല വഴികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും പുതിയ തലമുറയൊക്കെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, പ്രത്യേകമായ കാലഘട്ടത്തിലാണ്, നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പ്രവർത്തകരിൽ പരലോക ചിന്തകൾ ഉയർത്തിക്കൊണ്ട് കൂടുതൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നാളത്തെ പാരത്രിക ലോകം ജീവിതം എങ്ങനെ ശോഭനമാക്കാം അല്ലെങ്കിൽ അവിടെ മുക്തി നേടാം എന്ന് ആലോചിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ഉത്ബോധനം നടത്താൻ വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നത്. വളരെ അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയുന്നില്ല. ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പണ്ഡിതൻ, ഏവർക്കും സുപരിചിതനായ മുഹമ്മദ് സുല്ലമി ഉദായിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത കുറേ ആളുകൾ, അവരുടെ മനസ്സ് നമ്മുടെ കൂടെയുണ്ട്, അങ്ങേറ്റം ആഗ്രഹമുണ്ടായിട്ടും എത്തിച്ചേരാൻ കഴിയാത്ത അസുഖം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ എത്തിച്ചേരാൻ പ്രയാസമായ ചില ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭയങ്കരനായ സലാമക്കൊക്കെ വല്ലാത്ത അവസ്ഥയിലാണ്. ഈ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഉടുവോപ്പിനെ പറ്റിയും നമ്മുടെ ഈ ഇത്തരം ക്ലാസ്സുകളെ പറ്റിയും ഒക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും മറ്റൊരു കാര്യം ഓർമ്മയില്ലെങ്കിൽ ഈ കാര്യം പോയി ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യുന്ന സലാംക്ക വല്ലാതെ അവസരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ മറക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഈ പരിപാടി നമുക്ക് പ്രത്യേക അജണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു 45 മിനിറ്റ് മുഹമ്മദ് സുല്ലമിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്കൊരു ചർച്ചയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാർഗത്തിൽ നമ്മൾ എത്തിപ്പെടാനുള്ള കാരണവും അല്ലെങ്കിൽ അങ്ങനെ വല്ല നമ്മുടെ പ്രത്യേകമായ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരവസരം നമുക്ക് ഈ ക്യാമ്പിൽ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയും ക്ലാസ്സും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വീട്ടിൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം നമുക്ക് 2 അവാർഡ് ദാനം നിർവഹിക്കാനുണ്ട്. ഈ പ്രാവശ്യം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിക്കൊണ്ട് ഉന്നത വിജയം നേടിയ മിടുക്കരായ നമ്മുടെ 2 സഹോദരങ്ങളുടെ മക്കൾ, ഒന്ന് KP മിസ്ഹബിൻ്റെ മകൻ ഹാദി മുഹമ്മദും അതേപോലെ സലീംക്കയുടെ മകൻ അൽഷാൻ സിക്കയും അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള അവാർഡ് ദാനവും ഇവിടെയുണ്ട്.
എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ നമ്മുടെ പ്രസിഡന്റ് അഹമ്മദ് സാഹിബാണ്. അമ്മാക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ കൂടുതലൊന്നും പറയില്ല. നമ്മൾ ഈ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതൻ മുഹമ്മദ് അലി സുല്ലി അവരുടെ ഈ പരിപാടി ക്ഷണിക്കുന്ന സ്ഥലം. നമ്മൾ അവാർഡ് ദാനം നിർവഹിക്കുകയാണ്. ആദ്യം അൽസാൻ സി കെ, മാതൃക സലീമിൻ്റെ സലീമിയുടെ മകൻ അൽസാൻ സി കെ ആണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. ഈ ചെയ്യുന്നതിനായിട്ട് റഹ്മാനിയ സ്കൂളിൽ നിന്നാണ് ഈ പ്രാവശ്യം പരീക്ഷയിൽ പാസ്സായത്. അടുത്തതായത് ഹാദി മുഹമ്മദ്, KP മിസ്സവിൻ്റെ മകൻ ഹാദി മുഹമ്മദ്, മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. എത്തിയിട്ടില്ല, വരുന്നുണ്ട്. ആ ഉമ്മ ഉണ്ട്. വരുന്നുണ്ടെങ്കിൽ അല്ല, അതാ അനിയത്തിൻ്റെ ഇവിടെ. ഓടി വാ. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സൊല്യൂഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ ഫർദിസ് സ്വമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. സ്നേഹ ബഹുമാനമുള്ള കാരണവന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയും ആമുഖ ഭാഷണത്തിൽ സുഹൃത്ത് ഷാക്കിർ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ള ദ്വൈമാസ ക്യാമ്പയിനിൻ്റെ
ഭാഗമായി തബ്സിറ എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. സംസ്ഥാനത്തിലെ ഓരോ യൂണിറ്റിലും നമ്മുടെ ആളുകളിൽ തസ്കിയത്തും തർബിയത്തും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ ശാഖകളിലും പ്രത്യേക അജണ്ടകളോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ ഒരു 45 മിനിറ്റ് ദൈർഘ്യമുള്ള പരിവർത്തനത്തിൻ്റെ പാത എന്ന ക്യാപ്ഷനിലുള്ള ഒരു ചെറിയ ഉത്ബോധനവും തുടർന്ന് കൊണ്ട് നമുക്ക് സ്വയം നമ്മെ വിലയിരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രവർത്തനവും ആക്ടിവിറ്റിയും, അതിനെ തുടർന്ന് നമ്മുടെ പ്രദേശത്ത് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരവുമൊക്കെയായി ഏതാനും സമയം ദീനി ചർച്ചകളിലായി കഴിച്ചു കൂട്ടാനാണ് ഇന്നത്തെ ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. എത്രയോ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ച്, സൗഭാഗ്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നമ്മോടൊരാൾ ചോദിച്ചു എന്നിരിക്കട്ടെ, ഈ ചേന്നമംഗല്ലൂർ പ്രദേശത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആര് എന്ന് ചോദിച്ചാൽ ആളുകളിങ്ങനെ തിരയാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഓരോരുത്തർ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നിങ്ങനെ ഉയർന്നു വന്ന് അവസാനം ഇപ്പോൾ ധനാഢ്യനായി അല്ലെങ്കിൽ പൗരപ്രമുഖനായി വിലസുന്ന ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക. ആ കൂട്ടത്തിൽ ആർക്ക് റാങ്ക് നൽകണം എന്നുള്ള കാര്യം സംശയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് പഠിച്ചു വളർന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ഇങ്ങനെ കടന്ന് അവിടെ നിന്ന് മാതാപിതാക്കളും കുടുംബമൊക്കെ അങ്ങനെ ദാരിദ്ര്യത്തിലായിരുന്നു, പഠിച്ചു വളർന്ന് ഉന്നത ഉദ്യോഗം വാങ്ങി നല്ല ശമ്പളം വാങ്ങി വലിയ ഒരു ഉദ്യോഗസ്ഥനായി ജോലിക്കാരനായി നിൽക്കുന്ന ഒരാളുടെ ചിത്രമാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. ചേന്നമംഗലൂരിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഇന്നിങ്ങനെ പ്രൗഢിയോടുകൂടി ഒരു വലിയ ബിസിനസ്സുകാരനായി മാറുന്ന ആളെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. യഥാർത്ഥത്തിൽ ഒരുപാട് ഉന്നതരായിട്ടുള്ള ബിസിനസ്സുകാർക്കോ ജോലിക്കാർക്കോ പ്രമാണിമാർക്കോ അല്ലെങ്കിൽ വലിയ സമ്പന്നർക്കോ ഒന്നും നേടാൻ കഴിയാത്തതിനേക്കാൾ വലിയ ഭാഗ്യം നേടിയവരാണ് ഞാനും നിങ്ങളൊക്കെ. അത് ഹിദായത്ത് എന്ന ആ മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി ആദരിച്ചിരിക്കുന്നു. ആ സൗഭാഗ്യമാണ് ഹിദായത്ത്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവരുടെ അമ്പിയാക്കൾക്ക് പോലും നൽകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഇഷ്ടക്കാർക്ക് പോലും ലഭിക്കാതെ പോയ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് ലഭിക്കാതെ പോയ, നൂഹ് നബി പ്രവാചകനായിരുന്നിട്ട് കൂടി, അമ്പിയാക്കളിൽ പ്രഥമനായിരുന്നിട്ട് കൂടി നൂഹ് നബിയുടെ മകന് ലഭിക്കാതെ പോയ, മകനോടുള്ള പുത്രവാത്സല്യം നൂഹ് നബി പ്രകടിപ്പിക്കുന്നുണ്ട്. യാ പുനയ്യ, എന്റെ പുന്നാര മോനെ എന്നൊക്കെയാണ് വെള്ളത്തിലങ്ങ് മുങ്ങിത്താഴുമ്പോഴും വിളിക്കുന്നത്. പക്ഷെ ആ മകന് ലഭിക്കാതെ പോയ ഭാഗ്യം ലഭിച്ചവരാണ്. നൂഹ് നബിയുടെ സഹധർമ്മിണിക്ക് ലഭിക്കാതെ പോയ ഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ നിങ്ങളും. അള്ളാഹു തന്റെ കൂട്ടുകാരൻ എന്ന് വിശുദ്ധ ഖുർആനിൽ വിളിച്ച ഒരേ ഒരു വ്യക്തിയുള്ളത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബിയുടെ പിതാവിന് ലഭിക്കാതെ പോയ ഹിദായത്ത് കിട്ടിയവരാണ് നമ്മള്. അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. ആ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖിന് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്ന, സ്നേഹിച്ചിരുന്ന പിതൃവൻ അബൂ ത്വാലിബിന് ലഭിക്കാതെ പോയ സൗഭാഗ്യമാണ് ഹിദായത്ത് എന്ന് പറഞ്ഞ സൗഭാഗ്യമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ സൗഭാഗ്യത്തിന്റെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഇത് കിട്ടിയ നമ്മോട് ഈ ഹിദായത്ത്, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരോട് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും അധസ്ഥിതരായി നമ്മളൊക്കെ എന്നും പായേരും പരിവട്ടമൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് പരിവട്ടം ഇങ്ങനെ പ്രയാസപ്പെടുന്നത്. നമ്മുടെ ആ മഹാഭാഗ്യം നമ്മൾ അറിയാതെ പോകുന്നത് ഇതിനെക്കുറിച്ച് ഓർക്കാത്തത് കൊണ്ടാണ്.
നോക്കാം, പാരമ്പര്യമായി നമ്മൾ ഈ ഹിദായത്തിൽ ഈ പാരമ്പര്യമായി ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. മുസ്ലിം ഉമ്മയും ഉപ്പയും നമുക്കുണ്ടായി, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ പറന്നു എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളായി പോയി, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ നിൽക്കുന്ന. അല്ല, നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ശരി, എങ്കിൽ ആ ഭാഗ്യം കിട്ടിയ നമ്മിൽ രണ്ട് ഉത്തരവാദിത്വമുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? ആ മഹാഭാഗ്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം, അതിനെ അനുസ്മരിക്കണം, അതിനെ നിലനിർത്തണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞതാണ്, പുറമക്കാരോട് പറഞ്ഞതല്ല. പുറത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ നിഷേധികളോടോ കാഫിര്യങ്ങളോടോ മുനാഫിക്കുകളോടോ പറഞ്ഞതല്ല. ഈ നിൽക്കുന്ന എന്നോടും ഇരിക്കുന്ന നിങ്ങളോടും പറഞ്ഞതാണ്. നീ പറയണം, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് എന്നെ ഹിദായത്തിലേക്ക് വഴി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണം, പ്രഖ്യാപിക്കണം. സന്തോഷത്തോടുകൂടി എനിക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു എന്ന് പറയാൻ. ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ദീനൻ ഖിയമൻ, വളവില്ലാത്ത, വക്രതയില്ലാത്ത, വ്യതിയാനമില്ലാത്ത, മാർഗഭ്രംശത്തിൽ അകപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത ഈ സിറാത്തുൽ മുസ്തഖീമിൽ എന്റെ റബ്ബ് ഈ ദീനിൽ എന്നെ വഴി നടത്തിയിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ, ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഞാൻ ഇതാ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയണം. എന്നിട്ട് അള്ളാഹു പറയാ, ഇത് നിർത്തിയില്ല. സൂറത്തുൽ അൻആമിന്റെ 161 മുതൽ 163 കൂടി ആയത്തുകളിലാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെ ഹിദായത്ത് കിട്ടിയത് ഉറക്കെ പറയാൻ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇത് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങളൊക്കെ പറയണം, ഓരോരുത്തരോടും പറയാം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. നമ്മോട് പറയാൻ വേണ്ടി അല്ലാഹു പറയാ, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ഇബാദത്തുകൾ, വനുസുകി, എന്റെ ആരാധനാ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ബലികൾ, പുണ്യകർമ്മങ്ങളെല്ലാം, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷാധികാരിയായ അല്ലാഹുവിനാണ് എന്ന് പറയണം. വീണ്ടും പറയാൻ വേണ്ടി പറയാണ്, വഅന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് ഞാൻ. ആ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? മഹാഭാഗ്യവാനാണ് ഞാൻ എന്ന് നമ്മൾ പറയണം. നമ്മൾ പലപ്പോഴും കുറിച്ച് ഓർക്കണം, നമുക്ക് നിങ്ങൾ എത്ര ശാന്തമായാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, എത്ര ശാന്തമായി ഒരുമിച്ച് കൂടാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹ് നമുക്ക് നൽകിയത്. ഇതേ സ്ഥലത്ത് ഏതാനും മണിക്കൂറുകൾ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് എത്തപ്പെടാവുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ഫലസ്തീൻ, ഗസ നമ്മൾ കേൾക്കുന്നു, നിരന്തരം നമ്മൾ കേൾക്കുന്നു. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആ പിഞ്ചുമക്കൾ, അവിടുത്തെ പിഞ്ചുമക്കൾ ഭക്ഷണത്തളികയുമായി അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന പരക്കം പായുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ പ്രിയമുള്ളവരെ? ആ രംഗം കണ്ടിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ, പക്ഷെ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കണില്ലല്ലോ. നമുക്ക് അന്നത്തിന് വല്ല മുട്ടുണ്ടോ? ഭക്ഷണത്തിന് വല്ല പ്രയാസമുണ്ടോ? ജീവിതത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ പയ്യരം പറച്ചിലാണ്, ഒന്നിനും നമുക്ക് നേരമില്ല. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കാം. ശരി, നമ്മളിപ്പോ ഞാൻ പറഞ്ഞ അതാ നമ്മൾ മഹാഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞത്. ഈ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നമ്മൾ ഓർക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഹിദായത്തിലായി എന്നുള്ളത് നമ്മൾ ഓർക്കുകയും രണ്ടാമത്തെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതും വിശദീകരിക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ശരി, അങ്ങനെ വരുമ്പോ നമുക്ക് ചില ആലോചനകൾ അനിവാര്യമാണ്. ചില ആലോചന ഉണ്ടാവണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കാത്തത്? ഈ ഭാഗ്യത്തെ കുറിച്ച് ജീവിക്കാൻ ഇവിടെ അവസരം നൽകി എന്നുള്ളത്, നമുക്ക് ആ ഹിദായത്തിൽ ജീവിക്കാൻ അവസരം നൽകി എന്നുള്ള അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമല്ലേ? ഈ ജീവിതത്തിനിടയിൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ആരാ? അവിടുന്ന് തുടങ്ങേണ്ടത്. നമ്മൾ ആരാ? ഞാൻ ആരാണ്? നമുക്കിപ്പോ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും, നമുക്ക് തോന്നലുണ്ട്, ഞാൻ അത്യാവശ്യം തിരക്കടില്ല, അത്യാവശ്യം സ്വത്തുണ്ട്, സ്വാധീനമുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, എനിക്കിങ്ങനെ ജീവിച്ചു പോകാനുള്ള വരുമാനമുണ്ട്, അല്ലെങ്കിൽ ഈ
നാട്ടിലെ ചേന്നമംഗലൂരിലെ ഈ പ്രദേശത്തെ ഇന്നാലിന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, നമ്മളൊക്കെ കുറച്ച് എന്തൊക്കെയോ ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരാ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം മലയാളത്തിൽ മഹാകവി പറഞ്ഞു. ഈ പ്രവിശാലമായ മനുഷ്യന്റെ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് ഇന്നും ചെന്നെത്താൻ കഴിയാത്ത അത്രയും പ്രവിശാലമായി കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാ? ഒരു മണൽത്തരി പോലെ അത്ര പോലും ഇല്ല. ഒരാറ്റത്തിന്റെ അത്ര പോലും ഈ പ്രപഞ്ചത്തിൽ എന്റെ നിങ്ങളുടെയും മാർക്ക് ചെയ്യാൻ അടയാളപ്പെടുത്താനില്ല. പക്ഷെ അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക്, അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ ഫഖീർമാരാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മുമ്പിൽ വന്നിട്ട് നേരത്തെ അന്നത്തിന് വേണ്ടി കൈ നീട്ടിയിട്ട് ചില്ലിക്കാശ് തരണേന്ന് ചോദിക്കുന്ന ആളില്ലേ? ആ ഫഖീർമാരാണ് നിങ്ങളൊക്കെയും. ഒന്നുമല്ല, നിങ്ങളൊന്നുമല്ല. വല്ലാഹു ഹുവൽ അനിയ്യുൽ ഹമീദ്, സ്തുത്യർഹനായവൻ, ധന്യനായവൻ അല്ലാഹുവാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തൽ വെറുതെ അല്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാ? നമ്മൾ നിസ്സാരരാണ്, വളരെ ചെറിയവർ. ശരി, ഈ നിസ്സാരരായിട്ടുള്ള നമ്മൾ എവിടെന്നാ വന്നത്? രണ്ടാമത്തെ ചോദ്യം അത് ആലോചിക്കണം. നമ്മൾ എവിടുന്നാ അങ്ങോട്ട് വന്നത്? നമ്മൾ നമ്മെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, അല്ലെ, സൗഭാഗ്യങ്ങളുണ്ട്, സന്താനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, അല്ലെ. നമ്മൾ നമ്മുടെ ജനന തീയതിക്ക് കൃത്യം 1 വർഷം മുമ്പുള്ള നമ്മുടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കണം. ഖുർആൻ എത്ര സ്ഥലത്താണ് ഇത് ആവർത്തിച്ച് പറഞ്ഞത്? എത്ര സ്ഥലത്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്? ഖുർആൻ മനുഷ്യൻ എന്ന് പേര് നൽകിയ സൂറ അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പേര് നൽകിയ അധ്യായമുണ്ട്, സൂറത്തുൽ ഇൻസാൻ. 1-2 വചനങ്ങൾ അല്ലാഹു നമ്മോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹലത്താലൽ ഇൻസാൻ, മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഹീനം മിനദ് ദഹർ, ഒരു കാലഘട്ടത്തിലെ ഒരു ഭാഗം, ലം യകുൻ ശൈഅൻ മദ്കൂറ, പേര് പറയാൻ പറ്റാത്തൊരു സാധനം ആയിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാഹു നമ്മോട് ചോദിച്ചതാട്ടോ. നമ്മോട് ചോദിച്ചാൽ പേര് പറയാൻ പറ്റാത്ത, നമുക്ക് പേരുണ്ടല്ലോ, അഡ്രസ് ഉണ്ട്, ഇല്ലേ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ അന്ന് നമ്മളെ ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ച ഒരു പേരുണ്ട്, അല്ലെ? അതിന്റെയും മുമ്പ് എവിടെയെന്ന് വെച്ചാൽ പേര് പറയാൻ പറ്റും. ഗർഭസ്ഥ ശിശു എന്ന് പറയാം. അതിന്റെയും മുമ്പ് എവിടെ? ഖുർആൻ പറഞ്ഞതുപോലെ അലഖത്ത് എന്ന് പറയാം, മുളാത്ത് എന്ന് പറയാം. അതിന്റെയും മുമ്പ് നുത്ഫത്ത് എന്ന് പറയാം. അതിന്റെയും മുമ്പ് ഒന്നൊക്കെ പറയാം. ഖുർആൻ ചോദിച്ചാൽ അതൊന്നുമല്ല. അങ്ങനെ പിതാവിന്റെ മുതുകിലൂടെ ഊർന്നിറങ്ങുന്ന കോടാനുകോടി ബീജങ്ങളിൽ ഒരു ബീജമായി നീ രൂപാന്തരപ്പെടും. നീ എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് ആലോചിക്കണ്ട. ഞാൻ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അതാ അള്ളാഹു ചോദിച്ചത്. ഒരു എവിടെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സാന്നിധ്യമില്ലായിരുന്നു. ഒരു 100 കൊല്ലം മുമ്പ്, 125 കൊല്ലം മുമ്പ്, 100 വയസ്സായപ്പോ ഉണ്ടെങ്കിൽ 125 കൊല്ലം മുമ്പ് നമ്മളൊക്കെ എവിടെ? ഇതിനെ ആലോചിക്കാൻ അള്ളാഹു പറഞ്ഞത്. മനുഷ്യരെന്ന് ആലോചിച്ചു നോക്കട്ടെ. എന്തൊന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? എവിടെ നിന്നാണ് വന്നത് എന്ന് ആലോചിക്കാൻ അല്ലാഹു പറഞ്ഞത്, അല്ലേ? ഒരു ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ഇന്ന് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ആ വന്ന വഴിയെ മറക്കുകയാണ്. ശുദ്ധമായ ഒരു ശൂന്യതയിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരി, അങ്ങനെ വന്ന് ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ശരി, ഇനി എങ്ങോട്ടാ പോണത്? അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? എങ്ങോട്ടാ? നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ, നാം താമസിക്കുന്ന വീട്ടിൽ ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ വസിച്ചു പോയിട്ടില്ലേ? ഇല്ല, അവരെങ്ങോട്ടാ പോയത്? നമ്മുടെ ഉപ്പമാരിൽ പലരും, ഉമ്മമാരിൽ പലരും, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, പലപ്പോഴും നമ്മുടെ മക്കൾ പലരും നമ്മുടെ കൂടെയില്ല. അവരൊക്കെ പോയിരിക്കുന്നു. അവരൊക്കെ യാത്ര വിട പറഞ്ഞ് ഇവിടെ നിന്ന് പോയിരിക്കുന്നു, ഇല്ലേ? അവരൊക്കെ പോയിട്ടില്ലേ? അവർ പോകുന്നത് ഖബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ ഖബറാന്തരീക്ഷത്തിൽ, ഖബറാന്തരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിങ്ങൾ, മുഅ്മിനുകളുമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെല്ലേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടവരാണ്. കബറിടം സന്ദർശിക്കുമ്പോൾ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണത്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അടുത്ത നിമിഷത്തിൽ ഈ കബറിടത്തിലേക്ക്, ഈ പള്ളിപ്പറമ്പിലേക്ക് ഞാനും നിങ്ങൾ വന്നെത്തും. നിർത്തിയില്ല, വീണ്ടും പ്രാർത്ഥിക്കണം. അൻതും ഫറത്നാ വനഹ്നു ലക്കും തബ. നിങ്ങൾ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു വന്നവരാണ്. ആ പറഞ്ഞ അർത്ഥം എന്താ മനസ്സിലായോ? നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ, അല്ലെങ്കിൽ
നമ്മോടൊപ്പം ജീവിച്ചവർ അവർ നമ്മെ ഓവർടേക്ക് ചെയ്ത് പള്ളിപ്പറമ്പിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ അവരുടെ പിന്നാലെ നമ്മളും ആ പറമ്പിലേക്ക് പള്ളിപ്പറമ്പിലേക്ക് ചെല്ലേണ്ടവരാണ്. ആ ബോധം ഉണ്ടാവണം. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോ, പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ, കബറിടത്തിലേക്ക് പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിക്കാനാണ് ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്നത്. എന്താ നമ്മുടെ കയ്യിൽ മുതലുള്ളത്? ആ ചിന്തയാണ് നാലാമത്തെ ചോദ്യം നമ്മോട് ചോദിക്കേണ്ടത്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോ, എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ, എങ്ങോട്ടാണ് പോണത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ, നാലാമത്തെ ചോദ്യം എന്താണ് ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം? എന്താ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്? ഖുർആൻ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂൻ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മോട് ഒരു ആയത്തിൽ 115-ാമത്തെ ആയത്തിൽ 2 ചോദ്യം അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. അഫഹസിബത്തും, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെന്ന വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്ത്? വെറുതെ തമാശക്ക് വേണ്ടി ദുനിയാവിൽ കുറച്ചു കാലൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടിയിട്ട് അങ്ങ് പോകാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? നിർത്തിയില്ല. രണ്ടാമത്തെ ചോദ്യം, നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, അതൊരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. സുഖലോലുപനായി ജീവിക്കുന്ന, ഇങ്ങനെ അടിച്ചു പൊളിച്ച് സുഖലോലുപനായി ജീവിക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നിട്ടാ ചോദിച്ചത്, നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണ്ടേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ, കയ്യിസ്, ആരാണ് ബുദ്ധിമാൻ എന്നറിയോ? ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു, തന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനാണ്, മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതത്തെ നന്നാക്കിയെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. പോകേണ്ട ഇടത്തേക്ക്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. എന്നാൽ വൽ ആജിസ്, അശക്തനുണ്ട്, ഭോഷനുണ്ട്, വിവേകമില്ലാത്തവനുണ്ട്, ചിന്താശൂന്യനുണ്ട്. അവൻ എന്താ ചെയ്യുന്നത്? വൽ ആജിസ്, അവൻ ആ ആജിസ് ചെയ്യുന്നത് അവൻ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. സുഖലോലുപമായ ജീവിതം അല്ലേ, എല്ലാ ആഹ്ലാദത്തോടു കൂടിയുള്ള തന്റെ നഫ്സിനെ ഇച്ഛകൾക്ക് പുറകെ ഇങ്ങനെ കൊണ്ടുപോവുക, ആനന്ദദായകമായ ജീവിതം നയിക്കുക, അള്ളാഹനെ മറക്കുക. നിർത്തിയില്ല, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയാ, നമ്മൾ കുറെ ധാരണ, എന്തായാലും ഇപ്പൊ ഞാനൊന്ന് സ്വർഗത്ത് പോയിട്ടില്ലെങ്കിൽ ആരാപ്പൊ സ്വർഗത്ത് പോവാ, ഞാൻ തരക്കേടില്ലാത്തവനാണ് എന്നെല്ലാം വേണ്ടാത്തവർ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഭോഷനാണ്, വിവരമില്ലാത്തവനാണ്, വിവേകശൂന്യനാണ്, അശക്തനാണവൻ, ദുർബലനാണവൻ, ഭോഷനാണവൻ. ഏത് കൂട്ടത്തിലാണ് നമ്മളുള്ളത്? ഈ 2 കൂട്ടർ പ്രവാചകൻ പറഞ്ഞില്ലേ, അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ നമ്മൾ? അതല്ല. തന്റെ ഇച്ഛകൾക്ക് പിറകെ പോയിട്ട് സുഖലോലുപമായ ജീവിതം നയിച്ചിട്ട് അള്ളാഹനെ മറന്നിട്ട് എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് നമ്മൾ കുറെ മൂഢമായ ധാരണ വെച്ച് എന്താണ് ഞാനങ്ങ് കരകയറി പോകുന്നൊക്കെ വിചാരിക്കുന്ന ആ കൂട്ടത്തിൽ വ്യാമോഹം വെച്ച് പുലർത്തുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത്? ഒന്നാമത്തെ ആലോചന അവിടുന്ന് തുടങ്ങണം. ശരി, എങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണിപ്പോ നമ്മുടെ കയ്യിലുള്ളത്? മരണത്തിന് വേണ്ടി, അത് ജീവിതത്തിന് വേണ്ടി എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കും. അതൊരു മാർഗമാണ് ഖുർആൻ പഠിപ്പിച്ചത്. കടന്നു പോകുന്ന ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കാൻ ഖുർആൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതിയോ? സ്വന്തം ശരീരത്തിലേക്ക് അഫലാ തുബ്സിറൂൻ, നിങ്ങളത് നോക്കിക്കാണുന്നില്ലേ? നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിങ്ങൾ അള്ളാഹനെ മറന്ന് ജീവിക്കാണോ? ആ ചോദ്യം എന്താ? ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണത്. നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കിയ അശ്രദ്ധയിലാണ്ട് പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ്.
അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാവർക്കും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. കണ്ണും കാതും കൽബും കാഴ്ചയും കേൾവിയും മനനശക്തിയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണെന്നുള്ള ഓർമ്മ ഉണ്ടാവണം. നിർത്തിയില്ല. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. രണ്ട് കണ്ണ് നൽകിയില്ലേ, വലിസാനൻ ഒരു നാവും രണ്ട് അധരങ്ങളും നൽകിയില്ലേ. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ അള്ളാഹു ഇങ്ങനെ എടുത്തു പറയാൻ, അതിനെ കുറിച്ച് ആലോചിക്കണം. എന്തിന്? നാളെ കടന്നു പോകാനുള്ള ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം ഈ ശരീരം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞാൻ ഉപ്പ സോഡിയത്തിന്റെ ഒരു ചെറിയ വേരിയേഷനിൽ കുറവ് മൂലം ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോഡിയം കൂടുതൽ പ്രയാസമുള്ള സോഡിയത്തിന്റെ പ്രശ്നമുണ്ട്, അത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ചില വിഷയത്തിൽ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഇപ്പൊ മിനിയാന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ഉപ്പ കിടക്കുന്ന റൂമിന് തൊട്ടപ്പുറത്ത് ഞാൻ പഠിപ്പിച്ച ഒരു പയ്യൻ, ഒരു കുട്ടി, മദ്രസയിൽ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ ജ്യേഷ്ഠൻ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിൽ അവിടെ കൂട്ടിരിപ്പിലുള്ളത് പിതാവ്. നമ്മുടെ പ്രവർത്തകൻ, സജീവ പ്രവർത്തകൻ. ഒരു പ്രദേശത്ത് നമ്മുടെ എല്ലാ മേഖലയിലും റിട്ടയർ ചെയ്ത് 2-3 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന, രാഷ്ട്രീയ രംഗത്തും അതേപോലെ മതരംഗത്തും ഒക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന, എന്നാൽ വലിയ ഒച്ചമ്പുളിയുണ്ട ശാന്തനായി പ്രവർത്തിച്ചിരുന്ന സുഹൃത്ത്, ഒരു കാരണവർ. കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. മിനിയാന്ന് രാവിലെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഇന്നലെ രാവിലെ മദ്രസയിൽ ചെന്നപ്പോഴാണ് സദർ മുദരിസ്, ഞാൻ ഈ വാട്സപ്പ് ഒന്നും അത്ര കൂടുതലില്ലാതെ എടുക്കാത്ത ഫോട്ടോ കാണിച്ച് മുണ്ടേങ്ങരയിൽ ഒരു മരണമുണ്ട് എന്ന് പറഞ്ഞ മരണം, ഈ ആള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഒരു ആരോഗ്യപരമായിട്ടുള്ള ചില ഷുഗറുമായി ഒരു പേഷ്യന്റ് ആണെന്ന് കഴിച്ച് വേറെ ആരോഗ്യമായ ഒരു പ്രശ്നമല്ല, അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കൂടി. നമ്മൾ ഇതിനെ കുറിച്ച് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള ഈ ഹാർട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിക്കാൻ അല്ലാഹു പറഞ്ഞത്. പടച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇവിടെ, ഒരാളുടെ മുഷ്ടിയോളം വരുന്ന 250 ഗ്രാം ഒക്കെ വരുന്ന ഒരു സാധനം ഇവിടെ ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? ഹാർട്ട് എന്നാ പറയാ. എന്നാ പടക്കാൻ തുടങ്ങിയത്? ജനിച്ചു വീണപ്പോഴാണോ? അല്ല. ഞാൻ നിങ്ങൾ നമ്മുടെ ഉമ്മാന്റെ ഉദരത്തിൽ, ഗർഭാശയത്തിൽ 22 ദിവസം മാത്രം പ്രായമുള്ള ഒരു മാംസപിണ്ഡമായിരുന്നപ്പോ അലപ്പത്ത് കഴിഞ്ഞ് മുള്ളമത്തായി 22 ദിവസം മാത്രമേ പ്രായമുള്ളൂ. അന്ന് മിടിക്കാൻ തുടങ്ങിയ സാധന ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഹാർട്ട് ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ, ഒരു മണിക്കൂറിൽ ശരാശരി 4320 പ്രാവശ്യം എന്റെ നിങ്ങളുടെയും ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ 1,80,000 തവണ എന്റെയും നിങ്ങളുടെയും ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ആയുഷ് കാലഘട്ടത്തിനിടയിൽ, ഇത്ര വയസ്സിനിടയിൽ ചെന്നിട്ടൊന്ന് കണക്കൂട്ടികളെ, ഇത്ര വയസ്സിനിടയിൽ, ഈ 60-70 ഒക്കെ വയസ്സിനിടയിൽ നമ്മുടെ ഹാർട്ട് എത്ര സ്പന്ദിച്ചിട്ടുണ്ടാകും? അതിനെ സ്പന്ദിപ്പിക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കിയ അല്ലാഹ്, ആ അല്ലാഹ്ക്ക് എന്താണ് നമ്മൾ കൊടുത്തത്? ഇതാണ് അല്ലാഹു നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? എന്താണ് നമ്മൾ അല്ലാഹ് കൊടുത്തത്? ഒരു ദിവസം നമ്മുടെ എത്ര ലിറ്റർ രക്തം ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്നല്ലോ? ശരാശരി 12,500 ലിറ്റർ രക്തം. ശരാശരി 12,500 ലിറ്റർ രക്തം ശരീരത്തിൽ ഈ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാ അറിയാലോ? ഒരു വെള്ളത്തിലിടുന്നതും പുറത്തു വെക്കണമൊക്കെ ആയിട്ട് നമ്മൾ ടാങ്കിലേക്ക്, നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ പരമാവധി 1000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്റർ കൂട്ടിക്കോളും. 2000 ലിറ്റർ ടാങ്ക് നിറക്കാൻ വേണ്ടി നമ്മൾ മോട്ടർ വെച്ചിരിക്കുന്നു. ആ മോട്ടർ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വലിമുട്ടി ഇല്ലേ? പിന്നെ വെള്ളം കയറാൻ സമയം അവസാനം അത് കൊണ്ടുപോയി മാറ്റില്ലേ? ഇത് എത്ര കൊല്ലായി കൂട്ടി ഇത് പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്?
ഒരു ദിവസം 12,500 ലിറ്ററിലധികം രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതിന് ചെറിയ ഒരു പമ്പ് ചെയ്യുന്നതിൽ എവിടെയൊക്കെയോ ചെറിയ ബ്ലോക്ക് വന്നാൽ ഓടിച്ചെന്ന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി നടത്തണം എന്ന് പറയുമ്പോൾ അത് നടത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നത് 82 വയസ്സുള്ള ഒരു വല്യപ്പയുടെ അനുഭവം ഇപ്പോ കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് എഴുതി വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അറിയോ? വല്യപ്പ, അദ്ദേഹത്തിന് 82 വയസ്സായി. ഇപ്പോൾ ഈ 82ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബ്ലോക്ക് വന്നിരിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ആ ബ്ലോക്ക് തീർക്കാൻ കഴിയില്ല. ബൈപ്പാസ് സർജറി അല്ലാതെ മറ്റു മാർഗമില്ലാന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ബൈപ്പാസ് സർജറി നടത്തണം. സൂചിപ്പിച്ചത് 82 വയസ്സായ വല്യപ്പ, അദ്ദേഹത്തിന് ബ്ലോക്ക് വന്നിരിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി സക്സസ് അല്ലാന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. ക്രിട്ടിക്കലാണ് സംഗതി എന്ന് വന്നപ്പോൾ ബൈപ്പാസ് സർജറി അല്ലാതെ മറ്റു മാർഗമല്ല. പക്ഷേ 82 വയസ്സാണ്. ബൈപ്പാസ് സർജറി നടത്താൻ ആവശ്യമായിട്ടുള്ള ശാരീരിക അനുകൂലനങ്ങളല്ല അപ്പോഴുള്ളത്. പക്ഷേ വല്യപ്പയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർമാർ ആ ഉദ്യമത്തിന് അവസാനം അനുവാദം നൽകുകയാണ്. ബൈപ്പാസ് സർജറി കഴിഞ്ഞു. മാസങ്ങളോളം ഹോസ്പിറ്റലിൽ വിശദീകരിക്കുന്നില്ല, മാസങ്ങളോളം ഹോസ്പിറ്റൽ വാസം. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് സർജറി സക്സസ് ആയി. 82 വയസ്സുള്ള വല്യപ്പയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അത് സക്സസ് ആയി. മാസങ്ങൾ ഹോസ്പിറ്റലിൽ താമസിച്ച് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്.
ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് ആ സമയത്തിനുള്ളിൽ വേണ്ടപ്പെട്ട ഒരാളായി വല്യപ്പ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന അന്ന് ഹോസ്പിറ്റലിലെ ജീവനക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് വെള്ളിപ്പാക്കൊരു പാർട്ടി, ഒരു യാത്രയപ്പ്. അങ്ങനെ യാത്രയപ്പിൻ്റെ അവസാനമായപ്പോഴത്തേക്കാണ് ഹോസ്പിറ്റലിലെ ബില്ല് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ. കുടുംബക്കാരുടെ കയ്യിൽ ബില്ല് ഇങ്ങനെ നോക്കിയിട്ട് വെള്ളിപ്പ കരയാൻ തുടങ്ങി. ആ സമയം വരെ സന്തോഷം കൊണ്ട് ഇരുന്നിരുന്ന വെള്ളിപ്പ ബില്ലിലേക്ക് നോക്കി ഇങ്ങനെ കരയാൻ. 9 ലക്ഷത്തിൽ കൂടുതൽ എങ്ങാണ്ടാണ് ബില്ല് വന്നിട്ടുള്ളത്. അത് നോക്കി ഇങ്ങനെ കരയാൻ. കരഞ്ഞപ്പോൾ ഡോക്ടർമാർക്കും പരിചാരകർക്കും ഹോസ്പിറ്റൽ നഴ്സുമാർക്ക് സങ്കടം. നിങ്ങൾക്കറിയാലോ, അത് അവർ പറഞ്ഞു, നിങ്ങൾ കരയരുത്, നിങ്ങൾക്കറിയാലോ അതീവ ക്രിട്ടിക്കലായിട്ടുള്ള പ്രയാസത്തോടു കൂടിയാണ് ഈ സർജറി നടത്തിയിട്ടുള്ളത്. അതിവിദഗ്ധരായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അതിൻ്റെ ഫീസും എന്നാലും ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ മാനേജ്മെന്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. പക്ഷെ വല്യപ്പ പറഞ്ഞ അതല്ല, ഇന്ന് 8 അല്ല 80 ലക്ഷം തരാൻ എനിക്ക് ആസ്തിയുണ്ട്, എന്റെ മക്കൾക്ക് ആസ്തിയുണ്ട്. ഈ 8 ലക്ഷം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടല്ല ഞാൻ കരുതുന്നത്. ഈ നീണ്ട 82 വർഷം ഇടതടവില്ലാതെ പ്രവർത്തിച്ച എന്റെ ഹൃദയം ഉണ്ടല്ലോ, ഇതേവരെ ബ്ലോക്ക് വന്നിട്ടില്ല. 82ാമത്തെ വയസ്സിലാണ് ബ്ലോക്ക് വന്നത്. ഇതേവരെ എന്റെ ഹൃദയത്തിനെ സ്പന്ദിപ്പിച്ച് ബ്ലോക്ക് വരാതെ പ്രവർത്തിപ്പിച്ച എന്റെ നാഥനുണ്ട്, അല്ലുണ്ട്. ആ അള്ളാഹ്ക്ക് ഞാൻ എന്താണ് കൊടുത്തത്? അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ എന്താണ് സമാധാനം പറയാൻ? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. ഇന്നേ വരെ നമ്മുടെ ഹാർട്ട് ഇടതടവില്ലാതെ ബ്ലോക്ക് ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹ്ക്ക് നമ്മൾ എന്താ കൊടുത്തത്? ഹാർട്ടിന്റെ ഈ പ്രവർത്തനത്തിൽ ചിലപ്പോൾ വേരിയേഷൻ സംഭവിക്കും, സ്പീഡ് കുറയും, മന്ദിഭാവം ഉണ്ടായാലും വേഗത കൂടും. അതിനെ നിയന്ത്രിക്കാൻ ഒരു സാധനം ഫിറ്റ് ചെയ്യില്ലേ? എന്താ അതിന് പറയണത്? പേസ് മേക്കർ വെക്കും അല്ലേ? ആ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ഹാർട്ടിൽ വെച്ചവരുണ്ടാകും. അവരുടെ പ്രയാസവും അവരുടെ ശിഷ്ടകാല ജീവിതത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന നല്ലതാ. ആ പേസ് മേക്കർ വെക്കാതെ നമ്മുടെ ഹാർട്ടിനെ സ്പന്ദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്ത് അള്ളാഹ്ക്ക് നമ്മൾ എന്താ കൊടുത്തത്? അതാണ് ആലോചിക്കേണ്ടത്. അതാലോചിക്കാനായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇങ്ങനെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ട് എന്നേ വരെ ജനിച്ചത് മുതൽ എല്ലാത്തിനും മുമ്പേ തുടങ്ങിയത് ഇന്നേ വരെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിന്റെ മുക്കുമൂലകളിൽ ജൈവ പ്രക്രിയ നടക്കുന്നു, അതിലൂടെ വേസ്റ്റ് ഉണ്ടാകുന്നു. ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് ഭാഗമായി ജൈവ മാലിന്യങ്ങൾ ശരീരത്തിലുണ്ടാകുന്നു, പുറന്തള്ളണം അല്ലേ? അതിനുള്ള സംവിധാനം അല്ലാഹ് ചെയ്തു വെച്ചിട്ടില്ലേ? ഇല്ലേ? അമരവിത്തിന്റെ ആകൃതിയിൽ 2 ചെറിയ 2 അവയവങ്ങളെ മുതുകിന് പുറകിൽ കിഡ്നി എന്നാ പറയാ അല്ലേ? കിഡ്നി. ആ കിഡ്നി ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിലുള്ള നമ്മുടെ ഈ ബ്ലഡിനെ ഇങ്ങനെ അരിച്ച് ബ്ലഡിലേക്ക് കടന്നു വന്നിട്ടുള്ള ശരീര പ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുന്ന മാലിന്യങ്ങളൊക്കെ അത് അരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിഡ്നി. ശരി, ആ കിഡ്നി പ്രവർത്തനം നിലച്ചാൽ, കിഡ്നി വീക്കായാൽ 2 വഴിയുള്ളൂ. ഒന്നുകിൽ ഡയാലിസിസ് ചെയ്യണം. ജീവൻ നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ശരാശരി 3 തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആഴ്ചയിൽ ജീവനോടുകൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ 3 തവണയെങ്കിലും ഒരു ഡയാലിസിസിന് സാമ്പത്തിക ചെലവൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഇപ്പൊ നമ്മുടെ ഉമ്മത്ത് സമൂഹം അതിനൊക്കെ എവിടുന്നെങ്കിലൊക്കെ പിരിച്ചുണ്ടാക്കിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബമോ നാട്ടുകാരോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ സംഘടനകളോ ഒക്കെ അത് കാര്യം ചെയ്യുന്നുണ്ട്. അതല്ല, ആ മനുഷ്യൻ അനുഭവിക്കുന്ന, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള, സാമ്പത്തികം എല്ലാം കൂടെ ഷെയർ ചെയ്യുന്ന വിചാരിക്കുക, ആ മനുഷ്യൻ മാത്രം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥയെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ എങ്ങനെ സുന്ദരമായി മൂത്രമൊഴിക്കുന്നു, നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്നു ഇല്ലേ? മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? അല്ലേ? എല്ലാ നിഅമത്തും അനുഭവിച്ചു കഴിയുമ്പോൾ ആദ്യമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ കുറെ ദുആകൾ. ഭക്ഷണം എന്ന നിഅമത്ത് ആഹരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നൽകിയ ആ വലിയ നിഅമത്താണ് ഭക്ഷണം. ആ ആഹാരം തിന്നു കഴിഞ്ഞ് ആഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അൽഹംദുലില്ലാ ആദ്യം പറയേണ്ടത് ഇല്ലേ? ഒരു വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് കൊണ്ട് തുടങ്ങുന്ന ബാക്കി പ്രാർത്ഥന ഉണ്ട്. അൽഹംദുലില്ലാ. അതേപോലെ വാഹനത്തിൽ കയറുമ്പോ അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ. ഇങ്ങനെ എല്ലാ അധിക മേഖലയിലും അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്തുതി അർപ്പിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പദമുണ്ട്. എന്താ? എന്തിനാ അത് പറഞ്ഞെന്നറിയോ?
എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്താ അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ കിടക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അനിൽ അദാബ അഅഫാനി, ഈ അദ എന്നിൽ നിന്ന് നീക്കി കളഞ്ഞിട്ടുള്ള അല്ലാഹുവേ, എനിക്ക് സൗഖ്യം നൽകിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്നതിന് മുമ്പ് പടച്ചവനെ എനിക്ക് മാപ്പ് നൽകണേ എന്ന് അല്ലാഹു നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിനെ കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മുടെ ഈ ബ്ലഡ് ശുദ്ധീകരിക്കുക, ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ള ഈ പ്രക്രിയക്ക് പകരമായി നമ്മുടെ ആയുഷ്കാലം അത്രയും പണിയെടുത്താലും അതിന് പകരം നിൽക്കാൻ കഴിയില്ല. പടച്ചവനെ ഇനി മാപ്പ് നൽകണേ. 24 മണിക്കൂറും ഇബാദത്ത് എടുത്താലും ഈ ഒരു പ്രക്രിയക്ക് മാത്രം പകരം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പടച്ചവനെ എന്നോട് മാപ്പാക്കണേ, എന്റെ വീഴ്ചകൾ പുറത്തു തരണേ എന്നിട്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അത്രമാത്രം പ്രവർത്തനം നമ്മുടെ കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഡ്നി പ്രവർത്തനം എന്ന് വെച്ചാൽ ഒന്ന് ഡയാലിസിസ്, രണ്ടാമത് ട്രാൻസ്പ്ലാന്റേഷൻ. അത് എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാർ വെച്ചെടുത്തിട്ടോ ഒക്കെ ഉണ്ടാക്കിക്കൊള്ളും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ ഉണ്ടെങ്കിൽ ദുആ ചെയ്യാം. അവരോടൊന്ന് ചോദിച്ചത് ഇപ്പൊ അനുഭവിക്കുന്ന ശാരീരികവും അവരുടെ മാനസികവുമായിട്ടുള്ള അവസ്ഥ പുറമേക്ക് ചിരിച്ച് നമ്മെ അഭിമുഖീകരിക്കുന്നെങ്കിലും അവർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ എനിക്ക് അനുഭവമുണ്ടേ. ഒരാളെ നമ്മുടെ വിശദീകരിക്കാൻ സമയമില്ല, മമ്പാട് പ്രദേശത്തിനടുത്ത് നമ്മുടെ മദ്രസക്ക് സമയം താമസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 10 വർഷം തുടർ ചികിത്സയുമായിട്ട് ഇങ്ങനെ പോവാൻ, അത്യാവശ്യം ചെറിയ കുടുംബ ഒരു വരുമാനമായിട്ട് ഇങ്ങനെ പോവാൻ. അങ്ങനെ വന്നപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിഡ്നിക്ക് അതും വീക്കാകാൻ തുടങ്ങി എന്നുള്ള വാർത്ത അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ എത്ര സുന്ദരമായിട്ട് മൂത്രമൊഴിക്കുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നു, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അഫലാ തുബ്സിറൂൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് ആലോചിക്കണേ, നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നില്ലയോ എന്ന് അല്ലാഹു ചോദിച്ചത് വെറുതെയല്ല. നമ്മളിങ്ങനെ ആഹരിക്കുന്നു, കഴിച്ച ആഹാരത്തെ മണിക്കൂറുകൾ കൊണ്ട് അതിൻ്റെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുത്തിട്ട് ആവശ്യമില്ലാത്ത പുറത്തേക്ക് തള്ളുന്നതിനിടയിൽ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നമുക്കറിയാം അതിനെക്കുറിച്ച്. ഇവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ ആമാശയത്തിലിട്ടിട്ട് ഇടിച്ചു. നമ്മൾ അറിയുന്ന കൂട്ടരെ ഇത് എത്ര വ്യവസ്ഥാപിതമായാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇതിനൊന്ന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ദഹനക്കേട് വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്രയാ. എന്നിട്ടും നമ്മൾ എന്തേ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? അല്ലാഹു ഇതല്ലേ അവർക്ക് നാം കണ്ണ് നൽകിയിരിക്കുന്നു, കാത് നൽകിയിരിക്കുന്നു, ഖൽബ് നൽകിയിരിക്കുന്നു. എന്തേ നന്ദി കാണിക്കാത്തതെന്ന് അല്ലാഹു. ഈ കണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഇതൊക്കെ ഒരു വലിയ ശരീരത്തെ കുറിച്ച് ആലോചിച്ചാൽ നമ്മളിങ്ങനെ സുന്ദരമായിട്ട് കാണുന്നല്ലോ. ഈ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹം അല്ലേ, എന്തുമാത്രം അനുഗ്രഹം. നമ്മളിങ്ങനെ എല്ലാവരെയും കാണുന്നു. ഈ കാണുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഘടകങ്ങളില്ലേ. ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്ന്, വസ്തുവിൽ തട്ടി പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്ന് നമ്മുടെ റെറ്റിനയിൽ, കണ്ണിന് പിറകിലെ റെറ്റിനയിൽ അതിന്റെ പ്രതിബിംബങ്ങൾ അത് ഫലിച്ചിട്ട് റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അതിനെ വേർതിരിച്ചിട്ട് മസ്തിഷ്കത്തിലേക്ക് മെസ്സേജ് വിട്ട് തിരിച്ചത്. ഇത് മണിക്കൂറുകൾ എടുക്കുന്നില്ല, സെക്കൻഡിന്റെ അർത്ഥാംശങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തിനിടയിൽ നമ്മൾ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ മാത്രം. ഇതിനെ കുറിച്ച് കണ്ണ് തന്നിട്ടില്ലടോ അല്ലാഹു ചോദിക്കുന്നത് വെറുതെ അല്ലത്. നാവും കൈകാലുകളും സുസജ്ജമായി പ്രവർത്തിക്കുന്ന ഈ ശരീരവും ഒക്കെ അല്ലാഹു നൽകിയിട്ട് എന്താണ് അല്ലാഹു നൽകിയത്? നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നമുക്ക് അല്ലാഹുവിനെ മറക്കാൻ പറ്റുന്നോ? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. ശരി, ആ ആലോചന നമുക്ക് ഉണ്ടാവണം. എങ്കിൽ ആ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ആലോചന, അതാണ് ആ ആലോചനക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടി. അതിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ചെരിഞ്ഞിട്ടുള്ള നിഅമത്തിനെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് ചുറ്റും അല്ലാഹു നമ്മുടെ അനുവാദമില്ലാതെ, നമ്മോട് ചോദിക്കാതെ, നമ്മുടെ ആഗ്രഹം ഇല്ലാതെ തന്നെ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുക. മഴ കിട്ടാത്തൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുടിനീരിന് വേണ്ടി മനുഷ്യൻ പ്രയാസപ്പെട്ട് ഓടി നടക്കുന്ന ഫലസ്തീനിലെ മക്കൾ നമ്മൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും നമുക്ക് സദാസമയം ദുആ ചെയ്യണം കൂട്ടരെ. ആ മക്കൾക്ക് വേണ്ടി, ആ മനുഷ്യർക്ക് വേണ്ടി, ഇസ്രായേൽ എന്ന നരാധമന്മാർ വെട്ടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, കുടിനീരിന് വേണ്ടിയൊക്കെ നമുക്കിതിങ്ങനെ പെയ്തൊഴുകുന്നു, നമ്മൾ മഴയെ ശപിക്കുന്നു ഇല്ലേ? നമ്മൾ ഈ നിയമത്തിനൊന്നും കാണാതെ പോവാണേ.
എന്തുമാത്രം നിയമത്താപ്പ് നമ്മൾ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ നിയമത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും നമ്മൾ എന്താ അള്ളാഹുവിന് കൊടുത്തത്? നമ്മുടെ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആലോചിക്കേണ്ട അർത്ഥാലോചന. വിശ്വാസത്തിന് മാറ്റമുണ്ടോ? അള്ളാഹുവിനുള്ള ഈമാൻ യഖീനാകുന്നുണ്ടോ? പടച്ചവൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചിട്ട് ആ അള്ളാഹുവിനുള്ള ഈമാൻ എന്താ? ഇതൊക്കെ ആണെങ്കിലും അള്ളാഹനെ കൈവിട്ടിട്ട് പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ, ദുരിതങ്ങളും വ്യതയും വേദനയും വേട്ടയാടുമ്പോ അള്ളാഹനെ കൈവിട്ടിട്ട് അടിയാറുകളിലേക്ക്, മൺമറഞ്ഞ പോയവരിലേക്ക്, മക്ബറയിലുള്ളവരോട്, മലക്കുകളോട്, ജിന്നുകളോട് അവരോട് ദുആ ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സങ്കടം പറയുക. കുടുംബത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുമ്പോ ജ്യോത്സ്യന്മാരടുക്കല്, തങ്ങന്മാരടുക്കല്, ബീവിമാരടുക്കല്, വെളിച്ചപ്പാടടുക്കൽ ചെന്നിട്ട് പരാതി പറയാൻ നമ്മളൊന്ന് കാണുന്നില്ലേ? പിന്നെ അള്ളാഹ് എന്തിനാണ് നമ്മെ പടച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടതൊക്കെ നൽകി അള്ളാഹിനെ കൈവിട്ടിട്ട് ഒരു വിഷമഘട്ടം വരുമ്പോ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, അവനോട് സങ്കടം പറയാനാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷെ അവനൊക്കെ കൈവിട്ടിട്ട് മൺമറഞ്ഞു പോയവരോട്, മക്ബറയിലുള്ളവരോട്, ഇല്ലേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വ്യതയും വേദനയും ഈ തങ്ങന്മാരോടും ബീവിമാരോടും ജ്യോത്സ്യന്മാരോടും ഗണികന്മാരോടും അവർക്ക് എന്തറിയാം? ഒരു ചുക്കും അറിയില്ല. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും. ആരൊക്കെയുണ്ടോ അവരൊക്കെയും നിങ്ങളെ പോലുള്ള അടിയാറുകൾ മാത്രമാണ്, പടച്ചോന്റെ പടപ്പുകൾ മാത്രമാണ്. അള്ളാഹുവിന് സമന്മാരായിട്ട് ഒരാളുമില്ല. പടച്ചോനോട് എന്നോട് ചോദിച്ചോളൂ. മലക്കുകളോ ജിന്നുകളോ മൺമറഞ്ഞു പോയവരോ ആരും നമ്മെ സഹായിക്കാനുണ്ടാകൂല. അള്ളാഹുവിലേക്ക് ആ ഈമാൻ നമുക്ക് കുറഞ്ഞു. അതുകൊണ്ട് സമാധാനം കിട്ടണില്ല, ബേജാറ് മാറുന്നില്ല. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത. ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലരുമായി അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഫലസ്തീനിലേക്ക് ഹിജ്റ പോവാൻ. അങ്ങനെ പോകുന്ന വഴിയിൽ രാത്രിയുടെ മറപിടിച്ചിട്ടാണ് ഫലസ്തീനിലോട്ട് പോണത്. ഫറോവയും കിങ്കരന്മാരും വിവരമറിയുന്നു. അങ്ങനെ ബനൂ ഇസ്രായേലരെ പിടിച്ചോട്ടാൻ വേണ്ടി, മൂസാ നബി തടയാൻ വേണ്ടി ഫിർഔൻ തന്നെ പടയാളികളെ നയിച്ചിട്ട് പടയുമായി പുറകെ വരികയാണ്. നേരം പുലരുന്ന വേളയിൽ മൂസാ നബി അനുയായികളും ആത്മനാദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഫിർഔനും പടയാളികളും പാഞ്ഞു വരികയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലർ മൂസാ നബിനോട് പറഞ്ഞ സംഭവം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ടല്ലോ മൂസ, രക്ഷയില്ലല്ലോ. മുമ്പിൽ കടല അലയടിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്കടൽ, പിറകിൽ ഫറോവയും കിങ്കരന്മാരും. ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ടല്ലോ മൂസ. മൂസാ നബിയുടെ മറുപടി എന്താ? കല്ല, ഇല്ല, പിടിക്കപ്പെടുന്ന പ്രശ്നമല്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു വഴി കാണിച്ചു തരും. അതാണ് ഈമാൻ. ഭൗതികമായി രക്ഷക്കുള്ള എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ട്, തീർച്ചയായും. ഭൗതികമായി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇനി മുമ്പിൽ കടലാണ്, പിറകിൽ ഫറോവയും കൂട്ടലുമാണ്. പക്ഷേ അവിടെ അള്ളാഹു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് ഈമാൻ. ഈമാനിന്റെ അടിയുറച്ച ഈമാൻ കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ഗുണം അതാണ്. ആ ഈമാൻ നമുക്കുണ്ടോ? ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, രോഗങ്ങൾ വരുമ്പോ, സാമ്പത്തികമായി തകരുമ്പോ അള്ളാഹ് എന്നെ കൈവിടില്ല എന്നുള്ള അടിയുറച്ച ഈമാൻ. ഇബ്രാഹിം നബിയുടെ ആ തവക്കുൽ നമ്മൾ പറയാറുണ്ട്. തീയിലേക്ക് തെറിച്ചു വീണപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കെന്താ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. ഏതൊരു കുട്ടിക്കും അറിയാവുന്ന ഒരു ഖുർആനിക വചനമാണ്, ഇല്ലേ? പ്രാർത്ഥനയാണ്. പ്രവാചകൻ പഠിപ്പിച്ച, ഇബ്രാഹിം നബി പറഞ്ഞതായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ, എനിക്ക് എന്റെ അല്ലാഹ് മതി, പരമേൽപ്പിക്കാൻ അത്യുത്തമൻ അവനാണ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാതെ പോയ ഒരു ഭാഗം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? തീയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇബ്രാഹിം നബി ആളിക്കത്ത അഗ്നിയിൽ നിന്ന് സുരക്ഷിതനായി, സുസ്മരപഠനായി അഗ്നിയിൽ നിന്ന് പുറത്തു വരുമ്പോ ഇബ്രാഹിം നബി സ്വീകരിക്കാൻ ആ നാട്ടിൽ ഒരാൾ പോലും ഇല്ല, ഒറ്റ ആൾ ഇല്ല. ഇബ്രാഹിം നബി പുറത്തു വന്ന് നിൽക്കുമ്പോ ഇനി എങ്ങോട്ടാ പോവാ? വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. പടിയറച്ച് പിണ്ടം വെച്ചിരിക്കുന്നു പിതാവ്. നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നാട്ടുകാർ ഒതുക്കിയിരിക്കുന്ന ശിക്ഷയാണിത്. രാജാവ് നടപ്പാക്കിയിരിക്കുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റൂല, എവിടെ നിൽക്കാൻ പറ്റൂല. പക്ഷെ ഇബ്രാഹിം നബി ആ സമയത്ത്, നമ്മളാണിത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പക്ഷെ ഇബ്രാഹിം നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് നമുക്ക് ആത്മബലം നൽകുക. അതാണ് ഈമാൻ. ഞാൻ എന്റെ റബ്ബിലേക്ക് പോവാണ്. ഞാൻ എന്റെ റബ്ബിലേക്ക് പോവാണ്.
സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ബിസിനസ് തകർന്നിട്ട് ദുനിയാവ് തരിപ്പറായി വിചാരിക്കുക, സാമ്പത്തികമായി ശൂന്യത, പട്ടിണിയുടെ പരിവട്ടത്തിന്റെ പടുകുഴിയിലാണ് നിൽക്കുന്നതെങ്കിലും എന്റെ റബ്ബിൽ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവാണ്, അവൻ എന്റെ കൂടെയുണ്ട്. ആ ഈമാൻ നൽകുന്ന ആത്മബലം എത്രയാണ്? അതുണ്ടോ? അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഈമാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്കില്ല. അപ്പൊ കൈവിടും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ജോത്സ്യനോ തങ്ങളോ ബീവിയോ ബാവയോ അവരെ ചെന്ന് സങ്കടം പറയാം, ഇല്ലേ? മൺമറഞ്ഞു പോയോ മക്ബറയുള്ളവർ അവരാരും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കൂല. അള്ളാഹുവിനോട് അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തരും. ആ ഈമാനാണോ നമ്മുടെ ഈമാൻ? എങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ആ ഈമാനായി മാറണം. അങ്ങനെ ഈമാൻ അടിയുറക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. മറ്റുള്ളവന്റെ ഉയർച്ചയിൽ, വളർച്ചയിൽ നമുക്ക് അപ്പോഴേ അടങ്ങേറ്, ഇല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തന, ആ ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട്, ഈമാൻ പരിവർത്തനം ഉണ്ടാക്കാത്തത് കൊണ്ടാണ്. മാറ്റം ഉണ്ടാവില്ല. അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വലിയ ആൾക്കാർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ തമ്പുരാക്കന്മാർ, മറ്റുള്ളവരൊക്കെ ഓരാല, ഇല്ലേ? അഹന്തയും ഗർവവും അസൂയയും പകയും വിദ്വേഷവും ഇപ്പോഴും അങ്ങനെയാ. കാലങ്ങളായി നിഷ്കരിക്കാൻ തുടങ്ങി, നോമ്പ് നടത്തുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും അയൽവാസി നമ്മുടെ അടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വീടിന് പുറകെ. അവന്റെ വീട്ടിലേക്ക് ചെറിയ വഴി, 4 അടി വഴി മാത്രമേ ഉള്ളൂ. ഒരു 4 വീലർ കാർ പോകില്ല. നമ്മോട് സമീപിച്ചിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് 1 അടി 2 അടി വഴി പൈസ തരാം. നാട്ടിൽ നിലവിലുള്ളതിന്റെ ഇരട്ടി തുക, നാട്ടിൽ സാധാരണ ഒരു മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, ഇരട്ടി തരാം. മഹല്ല് കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്, പഞ്ചായത്തുമായി മഹല്ല് പ്രമുഖരുമായിട്ട് നമ്മുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. 1 അടി ഒരു 10 മീറ്റർ വീതിയിൽ, 2 അടി 10 മീറ്റർ വീതിയിൽ കിട്ടിയാൽ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു 4 വീലർ കൊണ്ടുപോവാം. നമ്മുടെ ഒരു തെങ്ങും തൈയും പോകില്ല, ഒരു തേക്കും തൈയും പോകില്ല, ഒന്നും നഷ്ടമല്ല. എന്നാലും അതിപ്പോ കൊടുത്താൽ ശരിയാവൂല. നിസ്കരിക്കണം നമ്മള്, നോമ്പെടുക്കണം നമ്മള്. ഫലസ്തീൻ കുട്ടികൾക്കെതിരെ അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കണ്ടിട്ട് നമ്മൾ ഇസ്രായേലിനെതിരെ ജാഥ നടത്തുകയാണ്, പ്രകടനം നടത്തുകയാണ്. ആ കുട്ടികൾ വിഷമിക്കണം കണ്ടിട്ട് ഈ നമ്മുടെ വീടിന് പുറകിൽ അപ്പുറത്ത് ആ വീട്ടിലെ മനുഷ്യൻ അവിടെ രോഗിയായി നിൽക്കുമ്പോൾ അവരെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ റോഡിലേക്ക് കൊണ്ടുവരിക. നമ്മളിങ്ങനെ നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കി നിൽക്കുക. അവനവന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഈ റോഡിൽ നിന്ന് തലച്ചുമടായി കൊണ്ടുപോവുക. നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുക. എന്നിട്ട് നമ്മൾ ഫലസ്തീനിലെയും അവിടെയൊക്കെ ഉള്ള കുട്ടികൾ വിഷമിക്കുന്നതിനായിട്ട് മുദ്രാവാക്യം വിളിക്കുക. എന്തിനാണോ ഈ മുദ്രാവാക്യം വിളി? എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലുകൾ? സ്വന്തം സഹോദരൻ, തന്റെ അയൽവാസി ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ട് മനസ്സിൽ മാറ്റങ്ങളില്ലാത്ത നമ്മള്, ഇല്ലേ? മാറ്റങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. പകയും വിദ്വേഷം വൈരാഗ്യവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തെ ശുദ്ധി, നമുക്കത് കഴിയുന്നുണ്ടോ? നമ്മുടെ അമലുകൾ കൊണ്ട്, ഈമാൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നാലോചിക്കാൻ. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ കൂടിയാലോചന. ഇല്ലെങ്കിൽ ഇത് ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം. അവസാനിപ്പിക്കാൻ കുറച്ച് സമയമുള്ളൂ, അവസാനിപ്പിക്കാണ്. പ്രിയമുള്ളവരെ, അവസാനം ഒരു തിരിച്ചുപോക്കുണ്ട്, അള്ളാഹുവിലേക്കുള്ള മടക്കം. ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായി ഖുർആനിൽ ഇറങ്ങിയത് ഏതാ? അല്ലേ? അതറിയാത്തവർ ഈ ഉമ്മത്തിൽ 1-ാം ക്ലാസ് പഠിക്കുന്ന, 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവില്ല. എല്ലാ കുറെ ഇത്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആയത്ത് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏതാ? പറഞ്ഞോളൂ. ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏതാ? ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏതാ? അല്ല, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്നുള്ള സൂറത്തുൽ മാഇദയിൽ ആയത്തിറങ്ങുന്ന പ്രവാചകൻ അറഫയിൽ നിൽക്കുമ്പോഴാണ്. ആ അറഫയിൽ ദുൽഹിജ്ജ 10-ന് അല്ലാഹുവിന്റെ റസൂൽ 9-ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറഫയിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ഈ ആയത്തിറങ്ങുന്നത്. ആ ആയത്തിന് ശേഷം ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു, സഫർ കഴിഞ്ഞു, റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവാണ്. അത്ര 2.5 മാസം, 3 മാസത്തോളം ഇയാൾക്കുണ്ട്. അതിനിടയിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതല്ല, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളതും മക്കയിൽ വെച്ചാണ്, ഹജ്ജിന്റെ വേളയിലാണ് അവതീർണമാകുന്നത്. അവസാനമായി ഇറങ്ങിയ ആയത്ത് നമുക്ക് ഓർമ്മല്ല. ഏതാണെന്നറിയോ? ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 200 ഏതാ? പറഞ്ഞോളി. അൽ ബഖറയിലെ
282 വചനം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് അവസാനമായി ഇറങ്ങിയത്. തുടക്കം ഇറങ്ങിയത് ആദ്യത്തത് സൃഷ്ടിച്ചവനായ അലക്കിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് തുടങ്ങി നമ്മുടെ സൃഷ്ടിപ്പിനെ ഓർമ്മപ്പെടുത്തി അവതീർണമായി തുടങ്ങിയ ഖുർആൻ മടക്കത്തെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഖുർആൻ പൂർത്തിയാക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? മടക്കത്തെ കുറിച്ച് ആലോചിച്ചുകൊള്ളുക. അതുകൊണ്ട് ആ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, ആരാണ് ബുദ്ധിമാൻ എന്നറിയോ? മരണത്തെ കൂടുതലായി ഓർമ്മിക്കുന്നവനാണ്. മരണത്തെ കൂടുതലായി ഓർമ്മിക്കുകയും മരണത്തിന് വേണ്ടിയുള്ള ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. വെറുതെ അല്ല. അവസാനമായി ആ തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക സ്വഹാബത്തിന്. ലോകാവസാനത്തെ കുറിച്ചാണ് പ്രവാചകന്റെ ക്ലാസ്. അന്ത്യദിനത്തിനെ കുറിച്ച്, അതിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ആ സംഭവം കേട്ട് പരിഭ്രാന്തരായി നിൽക്കുക. ഒരു സ്വഹാബി എണീക്കുന്നു, ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, മതസാ, എപ്പോഴാണ് ഇത് സംഭവിക്കാനിരിക്കുന്നത്? അന്ത്യ ദിവസം എപ്പോഴാണ്? സമയം എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ പ്രസംഗം. എന്നിട്ട് റസൂൽ അവനോട് ചോദിച്ചു, ഇത് എപ്പോഴും നടക്കട്ടെ, അതിന്റെ സംഭവവികാസങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ സംഭവിച്ചാലും എന്താണോ നീ അതിന് വേണ്ടി നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? സ്വഹാബിനോട് ചോദ്യം. സ്വഹാബി, എന്താ നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? സ്വഹാബി മറുപടി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിനോടുള്ള കടപ്പാടും ആ പ്രവാചകനെ താങ്കളോടുള്ള ഇത്താഅത്തുമാണ്. എങ്കിൽ നീ വിജയിച്ചു. പറഞ്ഞർത്ഥം സ്വഹാബിക്ക് അതിന് ഉത്തരവുണ്ട്. ഞാൻ അല്ലാഹുവിനോടുള്ള പരിപൂർണ്ണ കീഴൊതുക്കവും ജീവിതത്തെ അല്ലാഹുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കലും പ്രവാചകനോടുള്ള ഇത്താഅത്തുമായി ഞാൻ എന്റെ ജീവിതത്തെ തള്ളി നീക്കുന്നുണ്ട് റസൂലേ, എങ്കിൽ നീ വിജയിച്ചു. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താ? നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടോ? നമ്മെ അടിമുടി ശുദ്ധീകരിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് അരുതായ്മകളിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. അരുതായ്മകളിൽ നിന്ന് നമ്മെ നന്നാക്കാൻ നിസ്കാരം പ്രാപ്തമാണോ? നമ്മുടെ നോമ്പ് അതിന് പ്രാപ്തമാണോ? സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, സ്വതക്ക ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ? ഇപ്പോഴും മുതലിങ്ങനെ വാരിക്കൂട്ടുക, അന്യന്റെ അനർഹമായിട്ട് ഇങ്ങനെ സമ്പാദിക്കാനുള്ള ചിന്തയാണോ ആലോചിക്കേണ്ട കാര്യം? എങ്കിൽ അങ്ങനെയാണെങ്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ മരണത്തിന് ശേഷം എന്താണ് നമ്മുടെ കൈവശം? അതുകൊണ്ടല്ലേ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറഞ്ഞു, ഇത്തഖുല്ലാഹ്, പടച്ചോനെ സൂക്ഷിക്കണേ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത്? പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് പ്ലാൻ ആക്കിയിട്ടില്ലേ? ഉണ്ട്. അതിനെക്കുറിച്ചല്ല അള്ളാഹു പറഞ്ഞത്. നാളെ അല്ലെ അടുത്ത ആഴ്ച അല്ലെ വരുന്ന മാസം മകന്റെ കല്യാണം ഉണ്ടെങ്കിൽ എന്ത് വിഭവം ഉണ്ടാക്കേണ്ടത്, സൽക്കാരത്തിന് എന്താ ഉണ്ടാക്കേണ്ടത്, പ്ലാനിംഗ് ഉണ്ട് നമുക്ക്. ഇന്ന് കണ്ണടച്ചാൽ നാളെ നമ്മുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനിങ് ഇല്ലാതെ പോയത്. മക്കളുടെ കല്യാണത്തെക്കുറിച്ചും സൽക്കാരത്തെക്കുറിച്ചും നമ്മുടെ വീടിന്റെ നിർമ്മാണത്തെക്കുറിച്ചും തായ്യാർ ഇറക്കി കെട്ടുന്നതും അടുക്കള വീതി കൂട്ടുന്നതും ബെഡ്റൂം വിശാലാക്കുന്നതും AC ഫിറ്റാക്കുന്നതും ഇങ്ങനെ എല്ലാ പ്ലാനിങ്ങും ഉണ്ട്. നമുക്ക് പ്ലാനിങ് ഇല്ലാതെ പോയത് നാളെ നമ്മൾ കടക്കാനിരിക്കുന്ന ഖബറിലേക്ക് വേണ്ടി എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ്. ആ ആലോചന ഇല്ലാതെ പോയതാണ് ഈ വിഷയത്തിന് കാരണം. അതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്താ നമ്മുടെ കയ്യിൽ അവിടേക്ക് മാറ്റി. അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് അപ്പുറം ഇപ്പുറം പടച്ചവനെ സൂക്ഷിക്കണേ. അതാ പ്രവാചകൻ നീ എന്താണോ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാകണം. കുറേയൊക്കെ ഒരു സംഭവം ഞാൻ നിർത്തുകയാണ് കേട്ടോ. കുറേയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരുക്കി വെച്ചതൊക്കെ നാളെ അവിടെ കിട്ടുമെന്നും ആലോചിക്കണ്ടേ? ഒരുക്കി വെച്ചതൊക്കെ അവിടെ ഉണ്ടാകുമോ? അതും ആലോചിക്കണം. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ അമലുകളും ഈ ഇരുത്തവും ക്ലാസ്സുകളും ഒക്കെ നാളെ അള്ളാഹിന്റെ കോടതിയിൽ നമുക്ക് തുണയായി മാറും. നമുക്ക് പ്രതീക്ഷ ഉണ്ടോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ചോദ്യം സഹാബത്തിനോട്, അത്തദ്റൂന മിനൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് പാപ്പരായവർ, തുലഞ്ഞു പോയവർ?
സ്വഹാബത്തിന് മറുപടി അൽ മുഫ്ലിസ് തുലഞ്ഞു പോയവൻ ജീവിത വിഭവമായ ദിർഹമോ ദീനാറോ ഇല്ലാത്ത നയാ പൈസക്ക് ഗതിയില്ലാത്തവൻ അവനാണ് എന്റെ കൂട്ടത്തിൽ തുലഞ്ഞു പോയവൻ. റസൂലുള്ളാഹി തിരുത്താണ്, അല്ല അല്ല, എന്റെ ഉമ്മത്തിലെ തുലഞ്ഞു പോയത് അവനല്ല, അവൻ ഒരുത്തനാണ്. അള്ളാന്റെ കോടതിയിൽ നാളെ കടന്നു വരുന്നവനാണ്. നിസ്കാരം കൊണ്ടുവന്നവൻ, സക്കാത്ത് കൊണ്ടുവന്നവൻ, നോമ്പ് കൊണ്ടുവന്നവൻ, പുണ്യകർമ്മങ്ങളുടെ കൂമ്പാരമായി അള്ളാന്റെ കോടതിയിൽ കടന്നു വന്നവൻ. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയാ, ഇന്നാലിന്നാളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, മറ്റൊരുത്തനെ അടിച്ചിട്ടുണ്ട്, മറ്റൊരുത്തന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, മറ്റൊരുത്തന്റെ ധനം ഭുജിച്ചിട്ടുണ്ട്, മറ്റൊരുത്തന്റെ മേൽ അപവാദം പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഏഷണി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനർത്ഥങ്ങളുമായിട്ട് അള്ളാന്റെ കോടതിയിൽ വരുന്ന ഈ മനുഷ്യൻ അള്ളാഹുവോട് ഹക്കനുസരിച്ച് നീതിയുക്തമായി വിചാരണ നടത്തുക. അങ്ങനെ വിചാരണ നടത്തുമ്പോ ആരെയാണോ നമ്മൾ ബുദ്ധിമുട്ടിച്ചത്, ഗീബത്ത് പറഞ്ഞത്, ആരുടെ മേല ആരുടെ അവകാശമാണോ നമ്മൾ ചോദ്യം നടത്തിയിട്ടുള്ളത്, ആരുടെ അതിനാണോ മാന്തിയത്, ആരുടെയാണോ അനർഹമായി സമ്പാദിച്ചത്, ആരെയാണോ നമ്മൾ വിഷമിപ്പിച്ചത്, ആരെയാണോ നമ്മൾ ചീത്ത വിളിച്ചത്, ആ മനുഷ്യനിങ്ങനെ നീതി നടപ്പാക്കുക. നമ്മുടെ നന്മകൾ എടുത്തിട്ട് നിസ്കാരം നോമ്പ് എടുത്തിട്ട് അവിടെ കൊടുക്കുക. നമ്മുടെ നന്മകൾ തീരുമ്പോ അവിടെ നിന്ന് തിന്മകൾ എടുത്തിട്ട് നമ്മുടെ ചുമലിൽ ചാത്തപ്പെടുകയാണ്. പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവനാണ് എന്റെ കൂട്ടത്തിൽ തുലഞ്ഞുപോയവൻ. മൂടുന്ന ദിനത്തിന്റെ വർത്തമാനം വന്നെത്തിയോ പ്രവാചകരെ? അന്ന് ചില മുഖങ്ങളുണ്ട്, അന്ന് മുഖങ്ങൾ വിനയപ്പെട്ട് താഴ്ന്ന തലതാഴ്ച നിൽക്കുന്നവരായിരിക്കും, താഴ്മ കാണിക്കുന്നവനായിരിക്കും. പണിയെടുത്ത് പരിക്ഷീണിതരായിരിക്കും, കുറെ അമലുകളുമായി കടന്നു വന്നവർ. പക്ഷേ ചൂടേറിയ അഗ്നിയിലേക്ക് അവർ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, കത്തിരിക്കൊണ്ടിരിക്കുന്നു. ആരെ പറ്റിയായി പറഞ്ഞത്? പണിയെടുത്ത് പരിക്ഷീണിതനായി ഒരുപാട് പുണ്യങ്ങളുമായി അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് ഒക്കെ നിഷ്ഫലമായി പോകുന്ന രണ്ട് വ്യാഖ്യാന മുഫസ്സിറുകൾ നൽകിയിട്ടുള്ളത്. ഒന്ന്, ഇതേപോലെ കുറെ അനർത്ഥങ്ങളുമായി വന്നിട്ട് ഹിസാബിന്റെ വേളയിൽ ഒക്കെ നഷ്ടപ്പെട്ടു പോയവൻ. രണ്ടാമത്തത്, ബിദ്അത്ത് ചെയ്തിട്ട് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്ത, ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ദുരാചാരങ്ങൾ ചെയ്തിട്ട് പ്രവർത്തനങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത്. നമ്മുടെ നന്മകൾ മറ്റൊരുത്തനെ കുറ്റം പറഞ്ഞിട്ട്, അവന്റെ അതിര് മാന്തിയിട്ട്, അയൽവാസിനെ ദ്രോഹിച്ചിട്ട്, അവന്റെ ബുദ്ധിമുട്ടിച്ചിട്ട്, മാതാപിതാക്കളുമായി പോലും കുറെ വിഷയം പറയേണ്ട കൂട്ടരെ, മാതാപിതാക്കളുമായി പണങ്ങി നിൽക്കുന്ന മക്കളുണ്ട്. മുതൽ തർക്കത്തിന്റെ പേരില് ഉമ്മാക്ക്, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് കബറിടം വെട്ടി കാത്തിരിക്കുന്ന മക്കളുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത്. മലപ്പുറം ജില്ലയിൽ നമ്മളെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാർത്ത വർഷങ്ങൾക്ക് മുമ്പ്, തിരൂരിൽ ഉപ്പ വലിച്ചു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. രണ്ട് മക്കളെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, രണ്ടെണ്ണം മതി വിട്ട്. ഈ രണ്ടെണ്ണം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിണക്കം, അവർ തമ്മിൽ അസ്വാരസ്യങ്ങളായി. എന്നിട്ട് ഉമ്മ മറ്റൊരുത്തന്റെ കൂടെ പക്ഷം ചേർന്ന് നിന്നു എന്ന് മറ്റൊരു മകൻ. എന്നിട്ട് രണ്ടാളെ വീടും അടുത്തടുത്ത്, രണ്ട് മക്കളെ വീടും അടുത്തടുത്ത്, ചോര. ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കള്. എന്നിട്ട് ഈ ഉമ്മ മറ്റൊരുത്തന്റെ പക്ഷം ചേർന്നു നിന്നു ഈ മകൻ പറയാ. എന്നിട്ട് അങ്ങനെ ഉമ്മയോടുള്ള പ്രതിഷേധം തീർത്തത് വേറെ. ഉമ്മ അങ്ങനെ എന്നും രാവിലെ എണീറ്റ് വന്നിട്ട് പല്ല് വെച്ച് പുറത്തിറങ്ങുമ്പോ ഉമ്മാക്കൊരു വാണിങ്. എന്താ അത്? ഇതിന് പിറകിൽ കുഴി വെട്ടി വെച്ചു. ഇത് എന്റെ ഉമ്മയെ മറവ് ചെയ്യാനുള്ള കുഴിപാടാണ്. ആ ഉമ്മയുടെ ഇതാണ് ഉമ്മത്ത്, ഇതാണ് ഇന്ന് സമൂഹം. മാതാപിതാക്കൾ അവഹേളിക്കപ്പെടുന്നു, അനാദരിക്കപ്പെടുന്നു. കൂട്ടുകുടുംബമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പണങ്ങി നിൽക്കുന്നവരില്ലേ? ഉണ്ട്. വെറുതെ നിസ്സാര കാര്യത്തിന് വേണ്ടി അവർ തമ്മിൽ എന്നും ഉടക്ക്, എന്നും വഴക്കും വക്കാണും കച്ചറയും അല്ലറ ചില്ലറ സൗന്ദര്യ ഗുണങ്ങളുണ്ടോ അതൊക്കെ അപ്പോൾ റൂമിൽ വെച്ച് പെട്ടെന്ന് തീരണ്ടേ. ഇത് എന്നും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ വല്ല റാഹത്തുണ്ടോ, വല്ല സമാധാനമുണ്ടോ? ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയം എന്നാലും പറഞ്ഞു പോവാൻ, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാം. ഈ അടുത്ത് സമീപത്തുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. ഒരു യുവാക്കൾ, രണ്ട് മക്കൾ മാത്രമുള്ള യുവാക്കൾ, യുവതി യുവാക്കൾ ദാമ്പത്യം തുടങ്ങി തന്നെ ഉള്ളൂ.
അവർ എന്നും കച്ചറയാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഇദ്ദേഹമാണെങ്കിൽ നായ്ക്കുറുക്കം എന്നൊക്കെ പറയുമല്ലോ, ആ വാഹനം അതിൻ്റെ ഡ്രൈവറാണ്. അവർ മിക്ക ദിവസങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ഒരു സന്തോഷമല്ലാതെ ഒരു ദിവസം രാത്രി വന്നപ്പോൾ ഇദ്ദേഹം പണി കഴിഞ്ഞ് വന്നു. അന്നും പണക്കത്തിലാണ്. ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. പിന്നെ തെറ്റാ പിന്നെ 4 ദിവസം മിണ്ടുള്ളല്ലോ. അങ്ങനെ പിണങ്ങിക്കടന്നു, മാറിക്കടന്നു. രാവിലെ ഈ മനുഷ്യൻ എണീക്കണം, പണിക്ക് പോകണം, വണ്ടി കൊണ്ട് പോണ സമയത്തൊന്ന് എണീറ്റ് ഈ ഭാര്യയെ വിളിക്കടി, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ, ഇത് എവിടുന്നാ ചോദിക്കാമെന്ന്. അങ്ങനെ സാധാരണ അങ്ങനെയാണ്. പണക്കം വന്നാൽ പിന്നെ ആരും കുറ്റം പറയില്ല, ആണുങ്ങളുമല്ല മുതലൊന്നും ഇതൊന്നുമില്ല. ശരി, അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞതാണ്. രാവിലെ എണീറ്റ് മനുഷ്യൻ എണീറ്റിട്ട് ചോദിക്കാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോടി, അത് കുറച്ച് നേരത്തെ പോകണം. ഓളെ എവിടെന്നാണ് ഈ കേട്ടത്, എന്നാ ചോദിക്കണം എന്നുള്ള പോലും തിരിഞ്ഞത് കടന്നു. ഒരു മൈൻഡുമില്ല, തിരിഞ്ഞു കടന്നു. 2-3 തവണ ചോദിച്ചു. അദ്ദേഹം എണീറ്റ് വണ്ടി എടുത്തിട്ട് അദ്ദേഹം പോയി. ഒരു 8 മണി സമയമാകുമ്പോൾ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള്. നിങ്ങളുടെ ഭർത്താവ് കൊണ്ടുപോയിരുന്ന വാഹനം മലയിലേക്ക് കട്ടൻസ് കയറ്റാൻ വേണ്ടി, കട്ടൻസ് എന്ന് പറയുന്നത് അറിയുമെന്ന് അറിയില്ല, നായ്ക്കുറുക്ക പോലുള്ള വണ്ടി റബ്ബർ തടിയൊക്കെ മലമുകളിൽ കയറിയിട്ട് ഇറക്കിക്കൊണ്ടുവരുന്ന അത് കയറ്റാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 9 മണി കഴിഞ്ഞ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വരുന്നു, വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു. എന്താ നടക്കുന്നു? പെണ്ണിന് ഒരു കഥയില്ല. എന്താ ഇപ്പം നടക്കുന്നു വല്ല ധാരണയൊന്നുമില്ല. കാരണം ആ മനസ്സിലാ കുയിന്ത് പോയിട്ടില്ല. ഇത് ബോധ്യമായി. വൈകുന്നേരം 4 മണി 4:30 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ ബോഡി നിശ്ചലമായി കിടക്കുന്ന മൃതശരീരം വീട്ടിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തിയപ്പോഴാണ് പെണ്ണിന് ആർത്ത് കരയ, എനിക്കിനി ആരുണ്ട് എന്ന് ചോദിച്ചിട്ട്. എനിക്കിനി ആരുണ്ട്? ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുമ്പിൽ കെഞ്ചിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് കെഞ്ചിയിട്ട് അത് കൊടുക്കാതെ ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ അത് കഴിഞ്ഞിട്ട് മരണം കഴിഞ്ഞിട്ട് വേണ്ടവട്ടവരോട് പറയാ, എൻ്റെ ഇക്ക എന്നോട് കെഞ്ചിയിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ ഞാൻ എത്രമാത്രം ഭാഗ്യം കെട്ടവളാണ്, ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? വെറുതെ നിസ്സാര കാര്യത്തിൽ അതാലോചിക്കേണ്ട കാര്യമാണ്. എന്തിനായി പണങ്ങിയിട്ട് എന്താ കാര്യം? ഇതേപോലെ എനിക്ക് അനുഭവമുള്ള മറ്റു സംഗതിയുണ്ട്. ഒരു യുവത്വം കഴിഞ്ഞൊരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന 2 ദമ്പതികൾ, മക്കളൊന്നുമില്ല, ദമ്പതികൾ. അതിൽ ഒരാള് മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സമാധാനം കൊടുത്തിട്ടില്ലേ മനുഷ്യൻ. അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വേറെവർക്കും പോകാൻ ഗതിയില്ല, മക്കളില്ല, പോകാൻ വീട്ടിൽ എന്ന് പറയാൻ വീട്ടിൽ ഉപ്പമ്മ അവരെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്, ആരുമില്ല. ഈ മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയിൽ ഇങ്ങനെ ഇടങ്ങേറായി കഴിഞ്ഞ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇങ്ങനെ ഈ പെണ്ണുകൾ അള്ളാഹു തൻ്റെ റഹ്മത്തിലേക്ക് ആ പെണ്ണിനെ നേരത്തെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല, മാസങ്ങൾ പറയാൻ പറ്റില്ല, 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 2ാമത്തൊരു പെണ്ണ് കെട്ടി വന്ന പെണ്ണ് അത്യാവശ്യം നല്ല മുതലാണ് വന്നത്, അത്യാവശ്യം നല്ല ഏതും ചുറും മുമ്പത്തെ ആയുസിനെ പോലെ ഒന്നുമല്ല. ഇത് കണ്ട് അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുക, എൻ്റെ ആയുസ്സു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം എന്ത് സന്തോഷമായിരുന്നു, എൻ്റെ ആയുസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ. ഉണ്ടായ കാലത്ത് ഈ ആയുസ് ജീവിച്ചിരുന്നപ്പോൾ ഒരു സമാധാനം കൊടുക്കാത്ത മനുഷ്യൻ പറയാ, ആയുസ് ഉണ്ടായപ്പോൾ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിച്ചിരുന്ന കാലത്ത് ഒരു സന്തോഷം കൊടുത്തൽ റാഹത്ത് ഉണ്ടായിട്ടില്ല, എന്നും പണക്കങ്ങളും എന്നും ചീത്തവർച്ചിലായിരുന്നു. ഇപ്പൊ മരണപ്പെട്ടു പോയിട്ട് ഇനി സങ്കടം പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവനോടെ ചെറുച്ചൂടോടുകൂടെ ജീവൻ ഇരിക്കുമ്പോ, സമീപത്തിരിക്കുമ്പോ സ്നേഹിക്കാനും സ്നേഹത്തോടുകൂടി ജീവിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരണപ്പെട്ടിട്ട് എനിക്കിനി ആരുണ്ടെന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ സമാധാനത്തോടു കൂടി ജീവിച്ച അള്ളാഹുവിന് വഴിപ്പെട്ട് പടച്ചോനെ ഓർത്ത് നല്ലവരായി ജീവിച്ച ജീവിതത്തിൽ റാഹത്ത് കിട്ടും. ആ റാഹത്ത് അനുഭവിച്ചിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഇത് പ്രവാചകൻ പറഞ്ഞത് പെണ്ണിനെ പറ്റിയാണെങ്കിലും കുടുംബത്തിൽ പരസ്പര ദാമ്പത്യത്തിൽ തൃപ്തിയോടുകൂടി വിട പറഞ്ഞു പോകാൻ കഴിഞ്ഞാൽ സ്വർഗാവകാശികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ആ ഒരവസ്ഥയിലാണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കും. എല്ലാ നിലക്കും നമ്മുടെ, ഞാൻ ഇതുവരെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ പറയാണ്, തിരിച്ചുപോക്കിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. കയ്യിൽ എന്തുണ്ട് എന്നുള്ള ആലോചന ഉണ്ടാകണം. അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകളെ കുറിച്ച് നമ്മൾ ഓർക്കണം.
ജീവിതത്തിൽ സദാസമയത്തും അതിനെക്കുറിച്ച് ആലോചിക്കണം. അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുന്നവരായി തീരണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, പരിവർത്തനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതം അടിമുടി മാറണം. അതിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടൽ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ അള്ളാഹു വേണ്ടി നൽകിയ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നമ്മെ നാല് വിഭാഗം ഉദാഹരണം പ്രവാചകൻ ഉദാഹരിച്ചിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞാൽ നിർത്തുക. ഒന്നാമത്തത് ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ജീവിതത്തിൽ പകർത്തുന്ന ഒരു മുഅ്മിനിന്റെ ഉദാഹരണം കൽ ഉത്തുറുജത്തി, മാതള നാരങ്ങ പോലെയാണ്. റസൂലുള്ളാഹി ഉദാഹരിക്കുക, അത് നല്ല ടേസ്റ്റാണ്, നല്ല വാസനയുണ്ട്. ഒരു വിശ്വാസ ഉദാഹരണം അങ്ങനെയാണ്. എന്നാൽ ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിനിന്റെ ഉദാഹരണം കത്തംറത്തി, കാരക്ക പോലെയാണ്. നല്ല ടേസ്റ്റാ, കാരക്ക ഈത്തപ്പഴത്തിന് നല്ല ടേസ്റ്റാ. പക്ഷെ അതിന് വാസനയില്ലല്ലോ. റസൂലുള്ളാഹി പറയാം, ഖുർആൻ ഓതാത്ത, പഠിക്കാത്ത, പ്രാവർത്തികമാക്കാത്ത, ഖുർആൻ പഠിക്കാത്ത ഒരു മുഅ്മിൻ വാസനയില്ലല്ലോ. ഉദാഹരണം പറയാം പ്രവാചകൻ, കാരക്ക പോലെയാണ്. ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, എന്നാൽ എല്ലാ വേണ്ടാത്തരമുണ്ട്. അങ്ങനത്തെ ഒരാളുടെ മറ്റൊരു പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ ഓതുന്ന മുനാഫിക്കിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഖുർആൻ ഓതുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാത്ത ആൾ, അവൻ റയ്ഹാന പോലെയാണ്, തുളസി പോലെയാണ്. നല്ല വാസനയാണ്, പക്ഷെ അതിന്റെ ടേസ്റ്റ് കയ്പ് രുചിയാണ്. ഖുർആൻ ഓതാത്ത, പഠിക്കാത്ത, പ്രാവർത്തികമാക്കാത്ത ഒരാളുടെ ഉദാഹരണം കൽഹന്നല, ആട്ടങ്ങ പോലെയാണ്. കയ്പ് രുചിയാണ്. വാസന ഒരു വസ്തുവിനും കൊള്ളൂല. ഈ 4 വിഭാഗത്തിൽ ഞാൻ ആരാണ്? ആ ആലോചനയിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഹിസാബ് കൂടെ തുടങ്ങാനുണ്ട്. ഈ 4 വിഭാഗത്തിൽ പ്രവാചകൻ മാതള നാരങ്ങയോട് ഉപമിക്കുമ്പോ, കാരക്കയോട് ഉപമിക്കുമ്പോ, റയ്ഹാന തുളസിയോട് ഉപമിക്കുമ്പോ, ആട്ടങ്ങയോട് ഉപമിക്കുമ്പോ, പ്രവാചകൻ എന്നെ ആ കൂട്ടത്തിൽ ഞാൻ ആരാണ്? അവിടെ നിന്ന് നമ്മൾ വിചാരണ അല്ലാഹുവിന്റെ കോടതിയിൽ പരിപൂർണ്ണ നഗ്നരായി കിതാബ് കയ്യിൽ വെച്ചിട്ട്, അന്യൂനമായ ആ കിതാബിനെ മുമ്പിൽ വെച്ചിട്ട് ഹിസാബ് നടത്തപ്പെടുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ ഹിസാബ് നടത്തണം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇടയ്ക്കൊരു പുനരാലോചന നടത്തണം. ആ ആലോചനയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷത്തില്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ. നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിക്കാനുള്ള ഇരുത്തമാവട്ടെ ഈ ഇരുത്തം. എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സദസ്സാവട്ടെ ഈ സദസ്സ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഞാൻ ഇപ്പോഴും ഇവിടെ ഓർക്കുന്നത്, ഞാൻ ഈ പ്രദേശത്ത് വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സജീവമായി പ്രായാധിക്യമുണ്ടെങ്കിലും ചെറുപ്പക്കാരുടെക്കാൾ ഊർജ്ജസ്വലനായി ഓടി നടന്നിരുന്ന നമ്മുടെ ബഹുമാന്യനായ സലാംക്കയാണ്. അദ്ദേഹം ഇടക്കിടക്ക് ഞാൻ സന്ദർശിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ആ കിടത്തങ്ങനെ കാണുമ്പോൾ അള്ളാഹുവേ, അദ്ദേഹത്തിന് പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ സദാസമയത്തും ഇനിയും നമ്മോടൊപ്പം വന്ന് ഇരിക്കാനും പ്രവർത്തനത്തിലൊക്കെ പങ്കുചേരാനും അള്ളാഹുവാണ് വലിയവൻ. അവൻ ഇനിയും കഴിയും ദുആ ചെയ്യണം. അള്ളാഹു പരിപൂർണ്ണ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതേപോലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കും ഒരുപാട് രോഗങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ആളുകളും ഇന്നോടെ വന്നിട്ടുള്ളത് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്. അള്ളാഹുവേ, പടച്ചവനെ, എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കുന്ന അള്ളാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും നീ ശിഫ നൽകണേ അള്ളാഹ്. ആഫിയത്തോട് കൂടിയ ദീർഘായുസ് നൽകണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഞങ്ങൾ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. പടച്ചവനെ, എല്ലാം കൈയൊഴിഞ്ഞ നാളെ ഞങ്ങൾ ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമലുകൾ കൊണ്ട് നീ ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഖബറിലെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ
കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ പ്രയാസകരമായ ഹിസാബിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എളുപ്പമുള്ള ഹിസാബാക്കി ഞങ്ങളുടെ ഹിസാബിൽ നീ ആക്കണേ അല്ലാഹ്. അതിനു മുമ്പ് ദുനിയാവിൽ വെച്ച് പുനരാലോചന നടത്താൻ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم يسر عسيرنا وسهل أمورنا واشف أمراضنا يا شافي الأمراض. اللهم انصر المسلمين في كل مكان. اللهم انصر الفلسطينيين يا أرحم الراحمين. اللهم انصر إخواننا فلسطين يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.